തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു യുവാവിൻ്റെ പരാതി. അയാൾ സന്യാസിയോട് സങ്കടം പറഞ്ഞു. സന്യാസി ഒരു മോതിരം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ധരിക്കൂ. ഇനി ആളുകൾ താങ്കളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയൂ. മോതിരം അണിഞ്ഞ സമയം മുതൽ തന്നെക്കുറിച്ച് നല്ലത് മാത്രം അയാൾ കേൾക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ യുവാവ് സന്യാസിയുടെ അടുത്തെത്തി മോതിരം തിരിച്ചു നൽകി പറഞ്ഞു, ഇതെനിക്ക് വേണ്ട. ആളുകൾ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ എന്നെക്കുറിച്ച് തന്നെയാണോ എന്നൊരു സംശയം. അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും ഇല്ലാത്തതുകൊണ്ട് ജീവിതം ബോറടിക്കാൻ തുടങ്ങി. വിമർശിക്കപ്പെടാതിരിക്കാൻ മാത്രമുള്ള പൂർണ്ണ വളർച്ച ആരും ഒരിക്കലും കൈവരില്ല. പാരിജാലത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ച് നന്മ ചെയ്യാനുള്ള ശേഷിയും ആർക്കും ഉണ്ടാവില്ല. എത്ര വിശുദ്ധനെന്ന് അവകാശപ്പെട്ടാലും കുറവുകളുടെ അതിർവരമ്പുകളിലൂടെ സഞ്ചരിക്കാതെ ആരെങ്കിലും ഉണ്ടാവില്ല. ആരാലും നിരസിക്കപ്പെടാത്ത ഒന്നും പ്രപഞ്ചത്തിലുണ്ടാകില്ല. എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതോ പ്രയോജനപ്പെടുന്നതോ അല്ല. പൂക്കളെ പ്രകീർത്തിക്കാതെ പ്രാണികളും മഴയെ ആശ്രയിക്കാത്ത മരങ്ങളും സ്വാഭാവിക നിയമം മാത്രം. പ്രശംസകളിലൂടെയും വിമർശനങ്ങളിലൂടെയും ഒരേ സമയം കടന്നു പോകുന്നവർക്ക് മാത്രമേ സന്തുലിത വളർച്ച നിലനിർത്താനാകൂ. 4 ദിക്കിൽ നിന്നും പ്രശംസാവചനങ്ങൾ മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടണം. സ്തുതിപാതകർ ഓമയിക്കുക മാത്രമേ ഉള്ളൂ, വളർത്തില്ല. എല്ലാ ദിശകളിൽ നിന്നും കുറ്റാരോപണങ്ങളിലൂടെ പ്രതിധ്വനികൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ നിന്നും ഒഴിഞ്ഞു മാറണം. വിമർശകരുടെ കാഴ്ചപ്പാടിൻ്റെ പരിമിതി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്